Hi friends, this is me Tintu and you are watching your Tintu's Life. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. സോ നമുക്കിന്നൊരു മധുരത്തിൽ തന്നെ നമ്മളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് മമ്മി ഒരു അരിപ്പായസമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് നുറുക്കരിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 3-ാം പാല് കുറച്ച് ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ അരിനെ ഒന്ന് വേവിച്ചെടുക്കാം. 3-ാം പാലിൽ അരി വേവിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനി കുക്കറിൽ ഒരു 2 വിസിലിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഷ്യൂസും റേസിൻസും ആണ്. അതേപോലെ തന്നെ നമുക്ക് തേങ്ങയുടെ 3-ാം പാല് ഒരു 3 കപ്പ് ആവശ്യമായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ തേങ്ങയുടെ 2-ാം പാല് ഒരു 2.5 കപ്പ്, ചുക്കുപൊടി, ഏലക്കാപ്പൊടി, തേങ്ങാക്കൊത്ത്, തേങ്ങയുടെ 1-ാം പാല് 1 കപ്പ്, 400 ഗ്രാം ബ്രൗൺ ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഉരുക്കിയെടുത്തതും കൂടിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കുന്ന പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ നുറുക്കരി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതിനൊന്ന് ചെറുതായിട്ട് വരട്ടിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള 3-ാം പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ്സ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2-ാം പാല് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി കുറച്ച് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു പായസത്തിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചുക്കുപൊടിയും കൂടെ നമുക്കിതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ 1-ാം പാല് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പായസം തിളക്കരുത് കേട്ടോ. ഇനി നമുക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ആദ്യം തന്നെ നമ്മളുടെ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം. നമ്മളുടെ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂസും റേസിൻസും കൂടെ ചേർത്ത് കൊടുത്ത് അതിനെയും കൂടി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി നമ്മൾ വറുത്തെടുത്ത കാഷ്യൂസും റേസിൻസും തേങ്ങാക്കൊത്തും ഒക്കെ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള മധുരമൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മളുണ്ടാക്കിയ അരിപ്പായസമായിട്ട് നമ്മളൊരു സ്ഥലം വരെ പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ മമ്മിയും പപ്പയും ഞാനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് മാങ്കയത്ത് നിന്നും തോട്ടുമുക്കത്തേക്കാണ്. അപ്പോൾ നമ്മൾ തോട്ടുമുക്കം വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്റർ ആണ് കേട്ടോ തോട്ടുമുക്കത്തേക്കുള്ളത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ കുറച്ച് നല്ല കാഴ്ചകളും കൂടെ കാണാം. എല്ലാവരും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണല്ലോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ മലകളും അതേപോലെ തന്നെ പച്ചപ്പും പിന്നെ ഈ ആകാശമൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സേഷനാണ്. മനസ്സിന് എന്തോ ഒരു ഭയങ്കര ഒരു സമാധാനമാണല്ലേ. അപ്പോൾ നമുക്കങ്ങനെ ഇതൊക്കെ ആസ്വദിച്ച് പോകാം.
നമ്മൾ തോട്ടുമുക്കം അങ്ങാടി എത്തിയിട്ടോ. നമ്മളുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സെൻറ്റ് തോമസ് ചർച്ച്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ തോട്ടുമുക്കം വീട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ടായിരുന്നു. എനിക്കുള്ള ബർത്ത്ഡേ കേക്ക് ഇവിടെ സെറ്റായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ കേക്കിൻ്റെ അൺബോക്സിങ് അങ്ങ് നടത്തിയാലോ. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടി ആയിട്ടുള്ള മിനി ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ മിനി ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. ഇത് സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. അതേപോലെ ഇതിൻ്റെ ഡിസൈനൊക്കെ ജോമറ്റ് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ വളരെ മനോഹരമായിട്ട് മിനി ചേച്ചി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് ജോമറ്റാണ്. അതേപോലെ തന്നെ എൻ്റെ ബ്രദർ ജോൺസും. ഇവർ രണ്ടുപേരുമാണ് സാധാരണ എൻ്റെ ബർത്ത്ഡേക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ ഒരു ബർത്ത്ഡേക്ക് ഞാൻ മിസ് ചെയ്തത് ഇവരെ രണ്ടുപേരെയാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത സമയത്ത് ജോമറ്റ് വീഡിയോ കോളിൽ നമ്മളെ ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ നല്ലൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്തത്, അതായത് യൂട്യൂബിലൂടെയും അതേപോലെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്ത എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പിന്നെ നേരി കണ്ടിട്ടില്ലെങ്കിലും എന്നെ ഒരുപാട് സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു വലിയ താങ്ക്സ് ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ വാല്യുബിൾ വിഷസ്. ആക്ച്വലി യു ഓൾ മെയ്ഡ് മൈ ഡേ എ മെമ്മറബിൾ വൺ. അപ്പോൾ ഞാൻ ഒരിക്കലും അത് മറക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ തുടർന്നും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.